സൗദിയിലെ ജിസാനിൽ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര വിമാനത്താവള നിർമ്മാണം 80% പിന്നിട്ടു. ഒരു വർഷം 36 ലക്ഷം യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധത്തിലാണ് പദ്ധതി. അടുത്ത വർഷം നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പ്രവാസികൾക്കും പുതിയ വിമാനത്താവളം ഗുണമാകും. സൗദി അറേബ്യയിൽ യമനുമായി അതിരു പങ്കിടുന്ന പ്രവിശ്യകളിൽ ഒന്നാണ് ജീസാൻ. കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം ജീസാനിലെ എക്കണോമിക് സിറ്റിക്ക് സമീപത്തായാണ് ഒരുങ്ങുന്നത്. 1975 സ്ഥാപിതമായ ആഭ്യന്തര വിമാനത്താവളത്തിന്റെ പുതിയ മുഖമായിരിക്കും അന്താരാഷ്ട്ര വിമാനത്താവളം. 2.5 ബില്യൺ സൗദി റിയാൽ ചിലവിലാണ് നിർമ്മാണം. വിമാനത്താവളത്തിന്റെ പ്രത്യേകതകൾ ഇവയാണ്: 48 മില്യൺ ചതുരശ്ര മീറ്റർ വിസ്തൃതി, 10 എയറോ ബ്രിഡ്ജുകൾ, 32 എമിഗ്രേഷൻ കൗണ്ടറുകൾ, 4 കൺവെയർ ബെൽറ്റ്, 8 കവാടങ്ങൾ, 2000 കാർ പാർക്കിംഗ് എന്നിവയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഒറ്റ ടെർമിനലിൽ മുകൾ നില പുറപ്പെടാനും താഴെ നില വിമാനങ്ങൾക്ക് എത്താനുള്ളതുമാണ്. അടുത്ത വർഷാവസാനത്തിന് മുന്നോടിയായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. 2014 നിർമ്മാണം തുടങ്ങി പലതവണ വൈകിയതിന് പിന്നാലെയാണിപ്പോൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം. 2027 ഏഷ്യൻ കപ്പിന് മുന്നോടിയായി സൗദിയിലെ വിമാനത്താവളങ്ങളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ അടുത്ത വർഷാവസാനത്തോടെ വിമാനത്താവളം ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. സൗദി എയർലൈൻസ്, ഫ്ലൈനാസ്, ഫ്ലൈ അദീൽ എന്നിവയാണ് സർവീസ് നടത്തുന്ന പ്രധാന വിമാനത്താവളങ്ങൾ. അന്താരാഷ്ട്ര വിമാനങ്ങളും ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിക്കുന്നതോടെ പ്രവാസികൾക്ക് കേരളത്തിലേക്ക് കൂടുതൽ കണക്ഷൻ ഫ്ലൈറ്റുകളും ലഭ്യമായേക്കും. അഫ്തബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.